ഓയ് ഗൈസ്, അപ്പോൾ ഇതേ സൺഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരുങ്ങി ഇറങ്ങിയതിൻ്റെ ഒരു പ്രഹസനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യമൊക്കെ ഉണ്ട. അപ്പോൾ നമ്മൾ കനകക്കുന്നിലോട്ടാണ് കേട്ടോ പോണത്. ട്രിവാൻഡ്രം കനകക്കുന്ന്. അതറിയാത്തതായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. ഞാനിവിടെ വന്നപ്പോൾ എനിക്കതൊരു വലിയ കൗതുകമായിരുന്നു. ഇപ്പോൾ കുറേ വട്ടം പോയി ഇപ്പം നമ്മുടെ ഒരു സ്ഥിരം പ്ലേസ് ആയിട്ടുണ്ട്. മിക്കവാറും വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട് കേട്ടോ. ഇവിടെ വന്നിരുന്ന് തിരക്കൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമില്ല. എന്നാലും കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ പ്രത്യേക സ്ഥലമാണ്. അതുമാത്രമല്ല നല്ല രീതിയിൽ വായി നോക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോഴത്തേക്കും കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്രിസ്മസ് പ്രമാണിച്ചിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ്, അതുകൊണ്ടൊക്കെയാണെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ എന്തായാലും അകത്തിക്കൂടെ ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് താഴെ ചെറിയ റോട്ടിൽ കൂടെ നടക്കാമെന്ന് കരുതി. അവിടെയാണ് ഫുൾ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് മനുഷ്യന്മാരെയൊക്കെ കണ്ട് കുറച്ച് നേരം അതിൽ നടക്കാമെന്ന് കരുതി ഇറങ്ങിട്ടോ. അപ്പം ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ചുരിദാർ ടോപ്പ് ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇടുന്നത് കൊണ്ടാണ് ഇത്രയും പ്രഹസനം ഞാൻ കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള 2 പിക്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. അപ്പം നമ്മൾ താഴോട്ട് ഈ പുല്ലിൻ്റെ മേലെ കൂടിയാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ പച്ച, നീല, ചുവപ്പ്, മഞ്ഞ ഇങ്ങനത്തെ കളറുള്ള ഈ ലൈറ്റുകളൊക്കെ കണ്ടിട്ട് ഇവരെങ്ങനെയാണ് ഈ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത് എന്ന ചർച്ചയിലാണ് ഇപ്പം ഞങ്ങൾ. ചർച്ചയും കണ്ടുപിടുത്തമൊന്നും ഒരു വഴിക്ക് എത്താത്തതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി. ഈ യെല്ലോ ലൈറ്റിൻ്റെ സെൻറ്ററിൽ നിന്നിട്ടൊക്കെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വിട്ടോ. അടുത്ത ടാർഗറ്റ് ഈ ചോപ്പ് ലൈറ്റ് ആയിരുന്നു. ഇവിടെ പോയി നിന്നപ്പോൾ മുഖമൊക്കെ ചുവപ്പ് കളറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ റോഡ് ഒരു വലം ചുറ്റി വന്നപ്പോഴത്തേക്കും മടുത്ത് അങ്ങനെ ഉള്ളിൽ കൂടെ കയറി പിന്നെയും നമ്മൾ കയറി വന്ന സ്ഥലത്ത് തന്നെ എത്തി. പിന്നെ ആ കാടും മടലും കയറിയിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ വന്ന് സെറ്റിലായി. അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇവിടെ ഇരുന്ന് ആരും കാണില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ചോട്ടി വന്നിരിക്കുന്നത് കേട്ടോ. കുറേ നേരം തല്ലുണ്ടാക്കി കുറച്ച് നേരം വർത്താനവും പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിലിരുന്ന് വർത്താനം പറഞ്ഞ് മനസ്സിലാവാത്ത തിരിയാത്ത പല കാര്യങ്ങളും ഇതുപോലുള്ളൊരു സ്ഥലത്ത് വന്ന് ഇരുന്നും കിടന്നും തല്ലുണ്ടാക്കിയും പറഞ്ഞു തീർക്കുമ്പോൾ നല്ലതായിട്ട് മനസ്സിലാവാറുണ്ട് കേട്ടോ. നല്ലതായിട്ട് ഇരുട്ടായിട്ട് റോഡിൻ്റെ തിരക്കൊക്കെ കൂടി വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നേ. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു ജ്യൂസ് കയറി കേട്ടോ. അവിടെ നിന്നൊന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറി ഓരോ ഫലൂദ കഴിക്കാമെന്ന് കരുതി കയറിയതാണ്. അവിൽ മിൽക്ക് ആയിരുന്നു എൻ്റെ ടാർഗറ്റ് എങ്കിലും അതിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഫലൂദയിൽ ഒതുക്കിട്ടോ. ഈ സാധനം മുന്നിലോട്ട് വന്നപ്പോഴും ഒരു പടുകൂറ്റ ഹൈറ്റും അതിനകത്ത് സ്പൂണിട്ട് കുത്തി ഇളക്കി അവസാനം എനിക്ക് ഒരു വിധത്തിൽ അകത്തുള്ള സാധനങ്ങളൊന്നും കിട്ടാതായപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഏട്ടനെ ഏൽപ്പിച്ചു കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതിൻ്റെ സ്പൂണും വെച്ച് കുത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ ആ ദൗത്യം ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആളത് ഭംഗിയായി നിർവഹിച്ചു തന്നിട്ടുണ്ട്. സമയം രാത്രി ആയതുകൊണ്ടായിരിക്കും ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇതിനു മുന്നും ഈ കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുന്നൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വരും, കഴിക്കും, പോവും. അധിക സമയമൊന്നും നിൽക്കാനോ ആസ്വദിച്ച് കഴിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ കുറച്ച് നേരം അധിക സമയം ഇരുന്നിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ട്. ഏട്ടനോട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ. അവസാനം ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കച്ചറയായിട്ടുണ്ട്. ഫോണൊക്കെ ഹെൽമെറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കയ്യിലെടുത്ത് ഇരുന്ന് ചറ പറന്ന് അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. ചുറ്റും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അവിടെയെങ്ങും ആരും ഇല്ല. അവസാനം നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. അപ്പോൾ ഈ വീഡിയോസും എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, എന്നാൽ പിന്നെ